ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് നവോസോസറിൻ്റെ മുട്ടയാണ്. നവോസോസറിൻ്റെ മുട്ട എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എന്തൊരു ജീവിയാണ്, എന്തൊരു സംഭവം. ഇത് ചൈനീസ് വീഡിയോസിലൊക്കെ, അതായത് മുട്ട പൊട്ടിക്കുമ്പോൾ ഒരുപാട് ഉണ്ണികളൊക്കെ വീഴുന്നൊരു വീഡിയോസ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നവോസോസറിൻ്റെ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈനീസ് വീഡിയോസിലൊക്കെ അത് കണ്ടുവരുന്നത്. അതായത് മില്യൺസ് ഓഫ് ലൈക്സും അതേപോലെ തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും അങ്ങനത്തെ വീഡിയോസിനൊക്കെ. അപ്പോൾ അതേ മുട്ടയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ പൊട്ടിക്കുകയാണ്. മുട്ട പൊട്ടുമ്പോൾ ഒരുപാട് ഉണ്ണികൾ പെരുവരാന്ന് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നവോസോസറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭീകരജീവിയുടെ മുട്ട എന്നല്ല, ഇതൊരു സാധാ കോഴിമുട്ടയാണ്. ഇതിങ്ങനെ ആക്കിയെടുക്കാനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സാധാ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന സാധാ കോഴിമുട്ടയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബ്ലേഡ് വെച്ചിട്ട് ഇതിനൊരു സ്ക്വയർ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് വല്ലാണ്ട് പ്രസ് ചെയ്യാൻ പാടില്ല, നന്നായിട്ടൊന്ന് കറക്റ്റ് ആ ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വല്ലാണ്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ കട്ടാവില്ല, ചെറിയ രീതിയിൽ മാറിപ്പോവും. അപ്പോൾ അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡിലേക്കൊന്നും വല്ലാണ്ട് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ സൈഡ് ഉണ്ടോ ചെറുതായിട്ട് ഒന്ന് തെന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡും അതേപോലെ തന്നെ കിട്ടുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് റിസ്ക്കാണ്, സംഭവം കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ട്. നമുക്ക് ഈ ഷേപ്പിലോട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്ക്വയർ ഷേപ്പിൽ ഏകദേശം വരുന്ന വിധത്തിൽ നമ്മൾ ചെയ്യണം. നമുക്ക് ആ സ്ക്വയർ ഷേപ്പ് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് എടുക്കുകയാണ്. സംഭവം ഈ മുട്ട പൊട്ടാണ്ട് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെ തന്നെ സമ്മതിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് സാധാ കോഴിമുട്ടയുടെ ഉണ്ണിയും അതേപോലെ തന്നെ അതിൻ്റെ വെള്ളയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കാടമുട്ടകളാണ്. അപ്പോൾ കാടമുട്ട കണ്ടപ്പോൾ തന്നെ ചിലവർക്കൊക്കെ കത്തിയിട്ടുണ്ടായിരിക്കും എന്താ സംഭവമെന്ന്. അപ്പോൾ ഇതേപോലത്തെ കുറേ മുട്ടകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഏകദേശം 10-12 എണ്ണം ഉണ്ടാവും. ഇനി ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കാടമുട്ട എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഉണ്ണികളായിരിക്കും. അപ്പോൾ കാടമുട്ട പൊട്ടിക്കുമ്പോൾ അതേപോലെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റാக ഉണ്ണി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം അത് അതിൻ്റെ ഒപ്പം തന്നെ മിക്സായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ പൊട്ടിച്ചതിൽ ഏകദേശം 15 ഉണ്ണികൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1-2 ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുട്ടയിലേക്ക്, ഈ മുട്ടത്തോടിലേക്ക് നമുക്ക് ഈ ഉണ്ണികൾ കറക്റ്റാക്കിയിട്ട് എടുത്തിട്ട്, അതായത് വെള്ളം അധികം പെടാണ്ട് ഉണ്ണികൾ മാത്രം കൂടുതൽ കിട്ടുന്ന വിധത്തിൽ നമുക്കിതിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് ആ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഉണ്ണി അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാണ്ട് പൊട്ടാത്ത വിധത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ണികൾ ഇതിലേക്ക് അധികം ഇടാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് സ്പേസുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണികൾ മാത്രം ഇതിലിട്ടിട്ട് സെറ്റാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ആവാം, പക്ഷേ കൂടി ആ പൊട്ടിക്കുമ്പോൾ കറക്റ്റ് വെള്ളം കാണുന്ന വിധത്തിൽ വരണം. എന്നാൽ ഒരുപാട് വെള്ളം വരാനും പാടില്ല. അപ്പോൾ നമ്മൾ കാടമുട്ട എടുത്തതിൽ ഏകദേശം ഇത്ര ഇതിൽ നിറഞ്ഞിട്ടുള്ളൂ, ഇത്രയും സ്പേസ് അതിലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് മറയ്ക്കണം. അതിനുശേഷം നമുക്ക് ഈ കാണിക്കുമ്പോൾ, അതായത് കട്ട് ചെയ്യാൻ കാണിക്കുമ്പോൾ നമ്മൾ ഈ മാസ്കിൻ ടാപ്പ് ഉള്ള ഭാഗം തലയിരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കാണിക്കാനായിട്ട്. ഇതേപോലത്തെ ഒരു മാസ്കിൻ ടാപ്പ് എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണ വിധത്തിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നവോസോസറിൻ്റെ മുട്ടയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡാണ് നമ്മൾ മാസ്കിൻ ടാപ്പ് വെച്ച് ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഇതേപോലത്തെ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് എന്തായാലും പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ പൊട്ടിക്കുകയാണ്. മുട്ട പൊട്ടുമ്പോൾ ഒരുപാട് ഉണ്ണികൾ പെരുവരാന്ന് വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം, അതായത് മാസ്കിൻ ടാപ്പ് ഒട്ടിച്ച ഭാഗം ഏകദേശം കാണാത്ത വിധത്തിൽ നമ്മൾ വേണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നവോസോസറിൻ്റെ മുട്ട. ഇതാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ നവോസോസറിൻ്റെ മുട്ട പറഞ്ഞിട്ട് ചൈനീസുകാർ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നവോസോസറിൻ്റെ മുട്ടയൊക്കെ കണ്ടു. അതായത് ചൈനീസുകാർ നമ്മൾ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഏകദേശം ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.